നമ്മൾ സെക്കൻഡ് ടൈം സിംഗപ്പൂർ പോകുന്നത്. ഇത് കറക്റ്റ് ഒരു വർഷം കഴിയും. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇപ്രാവശ്യം ഞങ്ങൾ മാട്ടൊക്കെ പോകുന്നത് വേറെ ലെവലായിരിക്കും. കീപ്പ് വാച്ചിങ്. ഒരു സ്ഥാനം ഉണ്ടാക്കണതല്ല, അത് എത്ര വൃത്തിയായി എന്നുള്ളതിലാണ് ശരിക്കും പറഞ്ഞ കാര്യം. അതുപോലെ തന്നെ സിംഗപ്പൂരിൽ ഒരു സ്ഥാപനം ഇതാണ്ടല്ലേ, രാവിലെ ഞങ്ങൾ ലാൻഡ് ചെയ്യുമ്പോൾ 6:30 മണിയാണ്. 6:30 മണിക്ക് അത് തുടച്ച് വൃത്തിയാക്കി, പൊടിയുണ്ടോ ഇല്ലയോ ഡെയിലി റുട്ടീനാണ് അവർ തുടച്ച് വൃത്തിയാക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് അത്ര ഭംഗിയിൽ തുടർന്നു പോണത് അത് നമ്മൾ കണ്ട് പഠിക്കാൻ ഒരുപാടുണ്ട്. നമ്മൾ സിംഗപ്പൂർ വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഫെറിയിൽ വാട്ടം പോകാൻ പോകണം. ഇവിടുന്ന് ഒരു ഐലൻഡാണ്. അപ്പോൾ ഇവിടുന്ന് സിംഗിള് $43 ഇവിടുന്ന് വാട്ടത്തേക്ക് പോകാൻ. തിരിച്ചു വരാനായിട്ട് 43, അപ്പോൾ $86 വരും. ഇപ്പോഴേ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ $76 കിട്ടും. $10 കമ്മി കിട്ടും. അപ്പോൾ ഞങ്ങൾ രാവിലെ 10:30 10:30 ഫെറി പോയി. ഇനി 11:30 ഇവിടെ എന്താ പറയുക, ഇമിഗ്രേഷൻ ചെക്കപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം പോകാൻ. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ ഇമിഗ്രേഷൻ വാട്ടത്തിലേക്കുള്ള പൈസ മാറ്റണം. അവിടെ ഇന്തോനേഷ്യൻ റുപ്യ IDR പറയും. അത് വന്നിട്ട് നമ്മുടെ 1 ലക്ഷം റുപ്യ, അവരുടെ 1 ലക്ഷം റുപ്യക്ക് നമ്മുടെ 580 റുപ്യ കൊടുത്താൽ മതി. അപ്പോൾ അവിടെ നിന്ന് കളികളൊക്കെ ലക്ഷങ്ങൾ. ഉള്ളേട്ടെ മാറ്റിയാ എത്ര ലക്ഷം വാങ്ങിക്കണം നിങ്ങൾ? 20,32,000 അല്ലേ? ഇന്ന് ലക്ഷങ്ങളിലേ കളിയുള്ളൂ. ഇന്ന് ലക്ഷങ്ങൾ കളി. ഞാൻ 1000, 100, 100 കൂട്ടമേ ഇല്ല അവിടെ. ലക്ഷത്തിക്ക് വാല്യൂ. This is what 10 lakh rupees, 4 lakh. എത്ര മൊത്തം? എത്ര? 20 ലക്ഷത്തി 20 ലക്ഷമായ? അങ്ങനെ 10,500 കൊടുത്തു. എത്ര കൊടുത്തു? 11,000 കൊടുത്തേ. 11,000 കൊടുത്ത് 20 ലക്ഷം റുപ്യ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ലക്ഷങ്ങളിലെ കളി. അപ്പോൾ ആദ്യം പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഫെറി ടിക്കറ്റ്. നമ്മൾ താഴെ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ബോർഡിംഗ് പാസ് തരും. അപ്പോൾ നാളത്തേക്കുള്ള ടിക്കറ്റും കൂടി തന്നു. അവിടെ പോകുമ്പോൾ നമുക്ക് വിസ എടുക്കണം. ബാട്ടത്തിൽ വിസ എടുക്കണം. അത് പിന്നെ 30 ദിവസത്തേക്ക് $50, 7 ദിവസത്തേക്കാണെങ്കിൽ $25 അവിടെ കെട്ടി വിസ എടുക്കണം. അതേപോലെ SG അറൈവൽ കാർഡ്, സിംഗപ്പൂരിലെ അറൈവൽ കാർഡിന് നമ്മളൊരു ആപ്പിൽ വരുമ്പോൾ തന്നെ ഡീറ്റെയിൽസ് അടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ ഇമിഗ്രേഷനിൽ ടക്കുന്ന് പോവാം. ഇതിപ്പോൾ നമ്മൾ വേറെ കൺട്രി പോകുമ്പോൾ അത് എക്സിറ്റ് ആവും. അപ്പോൾ വീണ്ടും പുതിയ അറൈവൽ നമ്മൾ നാളെ അടിക്കേണ്ടി വരും. ഇവിടുന്ന് 12:30 ഇപ്പോൾ ഫ്ലൈറ്റ് വരാൻ കപ്പൽ. 1 മണിക്കൂറാണ് അവിടുത്തെ ടൈം. ഇവിടുന്ന് 1 മണിക്കൂർ അവിടെ ഫാസ്റ്റുമാണ്. അല്ല, 1 മണിക്കൂർ അവിടെ ബാക്കിലാണ് അല്ലേ? 1 മണിക്കൂർ അവിടെ ബാക്കല്ലേ? വി ആർ ഗോയിങ് ടു വെയിറ്റ് ഫോർ നമ്മുടെ ഫെറി വെയിറ്റിംഗ്. നമ്മൾ സിംഗപ്പൂരിലെ ഹാർബർ ഫ്രണ്ട് പറഞ്ഞ ഫെറി സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അതേപോലെ തന്നാമര പറഞ്ഞൊരു സ്റ്റേഷനിൽ നിന്നും നമുക്ക് ഈ ഫെറി ബുക്ക് ചെയ്യാൻ പറ്റും. അധികം യാത്രക്കാരും ഉള്ളത് ഈ ഹാർബർ ഫ്രണ്ടിൽ തന്നെയാണ്. അതേപോലെ വളരെ ചെറിയ ഇൻ്റർവെല്ലിൽ തന്നെ നിറയെ ഫെറികൾ പോകുന്നുണ്ട്. അവിടെ ഇവിടെ 20 മിനിറ്റിന് ഒരു ഫെറി പോകുന്നത്, അവിടെ 1 മണിക്കൂറിന് ഒരു ഫെറി ആ ലെവലിലാണ് പോകുന്നത്. അതേപോലെ നിറയെ ഫെറി സർവീസസ് ഉണ്ട്. ഇപ്പോൾ നമ്മളെടുത്തത് ബാത്തം ഫാസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു സർവീസിലാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. ഇതും കണ്ടില്ലേ, അവർ മുകളിൽ നമ്മളെ വെയിറ്റിംഗ് ഏരിയയിൽ അവിടെ ചായ കുടിക്കാൻ വെച്ചിട്ട് പോണതൊക്കെ അവർ തുടയ്ക്കണതാണ്. ഇതിപ്പോൾ അവിടെ പൊടി ഉണ്ടായിട്ട് തുടയ്ക്കണമെന്നൊന്നുമില്ല. അവർ തുടച്ചില്ലെങ്കിൽ അവർക്കൊരു മനസ്സമാധാനമില്ല. അതാണ് അവരുടെ കാര്യങ്ങൾ. ഇത് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇമിഗ്രേഷൻ ഇവിടുന്ന് സിംഗപ്പൂരിൽ നിന്ന് എക്സിറ്റ് അടിക്കണം കൺട്രിയിൽ നിന്ന്. പിന്നെ അവിടെ പോയിട്ട് നമ്മൾ എൻട്രി അടിക്കണം. അപ്പോൾ അത് ഈ വിസ നമ്മൾ എടുത്തത് മൾട്ടിപ്പിൾ വിസ ആയതുകൊണ്ടാണ് നമുക്കിത് സാധിച്ചത്. ഈ സിംഗപ്പൂർ എൻട്രിയിൽ മൾട്ടിപ്പിൾ വിസയല്ല, സിംഗിൾ എൻട്രി മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ആദ്യം സിംഗപ്പൂർ എൻട്രി ആകുമ്പോൾ ഓക്കെ,
പക്ഷേ ബാത്തം പോകാനായിട്ട് എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ വിസയുടെ കാലാവധി കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും ബാത്തത്തിൽ നിന്ന് തിരിച്ചു വന്ന് സിംഗപ്പൂരിലേക്ക് വീണ്ടും വിസ എടുക്കേണ്ടി വരും. അപ്പോൾ ഈ വിസയുടെ കേസിൽ മാത്രം നമുക്ക് മൾട്ടിപ്പിൾ വിസിറ്റ് ഉള്ള വിസയാണെങ്കിൽ മാത്രമേ അതിന് മെനക്കെടാൻ പാടുള്ളൂ. അതൊരു വളരെ അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവിടുന്ന് നമുക്ക് 1 മണിക്കൂറാണ് ഈ ബോട്ടിൽ അവിടേക്ക് യാത്ര. ഇത് നല്ല സ്പീഡിൽ തന്നെ പോകുന്ന ഒരു ബോട്ടാണ്. പക്ഷേ തായ്ലൻഡിൽ പോയിട്ട് ഈ ചാടി പോകണ ബോട്ട് ആ ടൈപ്പല്ല. ഇത് നല്ല കംഫർട്ടായിട്ടുണ്ട്. വല്ല കുലുക്കങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, പ്രശ്നമില്ല. മറ്റേത് ചാടി വയറൊക്കെ കലങ്ങി വാൾ വയ്ക്കേണ്ട കണ്ടീഷനൊക്കെ വരും. ഇത് ആ ഒരു പ്രശ്നമേ ഇല്ല. അതേമാതിരി ആ ഹാർബറും നോക്കണേ എത്ര ഭംഗിയായിരിക്കുന്നത്. വെള്ളത്തിലൊരു കുപ്പയോ ബോട്ടിലോ വേസ്റ്റോ ഒന്നും തന്നെ ഇല്ല. അതിലാണ് നമ്മൾ ഈ സിംഗപ്പൂരിനെ എത്ര പ്രശംസിച്ചാലും പോരാതെ വരുന്ന ഒരു കാര്യം. ഇത് ഏകദേശം ഒരു 100-200 പേര് 240ഓളം പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടാണ്. താഴെ വന്നിട്ട് AC ക്യാബിനാണ്. അവിടെ നമുക്ക് ഇരിക്കാം. TV ഒക്കെ വെച്ച് തന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഓപ്പൺ ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ മുകളിൽ കുറച്ച് ഓപ്പൺ സ്പേസ് ഉണ്ട്, അവിടെയും വേണമെങ്കിൽ നമുക്ക് പോയിരിക്കാം. പോയ ദിവസം കുറച്ച് മഴയുണ്ടായിരുന്നതുകൊണ്ട് വലിയ ചൂടില്ലാത്തതുകൊണ്ടും ഞങ്ങൾ മുകളിലും കുറേ നേരം വെയിറ്റ് ചെയ്തു. അതുപോലെ നമ്മൾ ടിക്കറ്റ് അടുത്ത ദിവസത്തേക്ക് ബുക്ക് ചെയ്യുമ്പോൾ 11 മണി, 12:30, 1:30, 2:30 അങ്ങനെ പല സമയങ്ങളിലും ഉണ്ട്. ലാസ്റ്റ് 6:30 തോന്നുന്നു ലാസ്റ്റത്തെ ഫെറി. അപ്പോൾ നമ്മൾ തിരിച്ച് വരുമ്പോൾ ടൈം മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാൻ സാധിക്കും. അത് ഞങ്ങൾ തന്നെ തിരിച്ച് വരുമ്പോൾ 3:30 ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ 12:30 ഫെറിയിൽ തിരിച്ചു വന്നു. അതുപോലെ നമുക്ക് ആദ്യം ഒരു ടിക്കറ്റ് എടുക്കാം, തിരിച്ചു വരുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സമയം മാറ്റാൻ സാധിക്കും. അതിപ്പോൾ നമ്മൾ ഇത്തിരി ഏർലിയറായിട്ട് ചെയ്യണമെന്ന് മാത്രം. നമ്മളൊരു വൈകുന്നേരം 6:30 ഫെറി എടുത്തു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 12 മണിക്കോ 2 മണിക്കോ ഏത് വേണമെങ്കിലും പോവാം. നേരെ മറിച്ച് 2 മണി ടിക്കറ്റ് അടിച്ചിട്ട് പിന്നെ 6 മണിക്ക് കയറാൻ പോയാൽ അവർ സമ്മതിക്കില്ല. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഇന്തോനേഷ്യ ബാത്തത്തിലേക്ക് പോവുകയാണെങ്കിൽ ബാത്തം ഫ്ലൈറ്റ് അവൈലബിൾ ആണ്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് നോക്കുമ്പോൾ 58,000 രൂപ അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ഫ്ലൈറ്റിന് ചാർജ് വരുന്നുണ്ട്. ഞങ്ങളിത് ഒരു 20 ദിവസം മുമ്പ് സിംഗപ്പൂരിലേക്ക് ബുക്ക് ചെയ്ത കാരണം കൊണ്ട് ഒരു 16,950 രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടി. 2,500 രൂപ വിസ, അങ്ങനെ ഒരു 20,000 രൂപയുടെ ഉള്ളിലേ ആയുള്ളൂ. അവിടുന്ന് നമ്മളിപ്പോൾ പിന്നെ ബാത്തം പോകാനും വരാനായിട്ട് ഫെറിക്ക് ഒരു 5,000 രൂപ, $76 പറയുമ്പോൾ ഒരു 5,000 രൂപയുടെ അടുത്തേ ചാർജ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു 25,000 രൂപയ്ക്ക് സിംഗപ്പൂരിലെ കാര്യങ്ങളും കാണാം, ബാത്തവും നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഒരു 2 ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള സംഭവം അവിടെ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഫെറിയിൽ കുടിക്കാൻ വെള്ളം മാത്രം ഫ്രീ ആയിട്ട് കിട്ടും. നമ്മൾ ഈ ഫെറിയിൽ പല കമ്പനികളുടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ തന്നെ പുതിയതും പഴയതുമായ പല വെറൈറ്റി വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതിലിത്തിരി ഫാസ്റ്റ് ബാത്തം തന്നെയാണെന്നാണ് തോന്നുന്നത്. ബാത്തം ഫാസ്റ്റ് തന്നെയാണ്. പിന്നെ ഹൊറൈസോൺ ഉണ്ട്, പല കുറേ കമ്പനികളുണ്ട്. പക്ഷേ ഞങ്ങൾ ആദ്യം പോയതുമേ ബുക്ക് ചെയ്തത് ബാത്തം ഫാസ്റ്റ് തന്നെയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ ബാട്ടത്തിൽ ഞാനൊരു ഫ്രണ്ടിനെ ടെലഗ്രാമിൽ ഒരു നമ്പർ കിട്ടിയിട്ട് ഒരു ഡ്രൈവറെ ഞാൻ നേരത്തെ പരിചയപ്പെട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഹാദി എന്നാണ് പേര്. അതാണ് വ്യക്തി. ആളുടെ ഇന്നോവയാണ്. അപ്പോൾ ഇതിൽ ഇന്നോവ ക്രിസ്റ്റ. ഞാൻ നോക്കിയവിടെ ഇവിടെ റോഡിൽ അവിടെ ഇല്ലാത്ത ബ്രാൻഡ് വണ്ടികളൊന്നുമില്ല. എല്ലാ ബ്രാൻഡും അവിടെ ഉണ്ട്. പറയാൻ ഇന്ത്യയെക്കാളും സാമ്പത്തികമായിട്ട് പിന്നോക്കം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാമെന്ന് മാത്രം. നമ്മുടെ ₹1 കൊടുത്താൽ അവരുടെ 190 രൂപ നമുക്ക് തരണം. അത് അത്രയും വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അവിടെ വളരെ വേഗത്തിൽ വളർന്നു വരുന്ന ഒരു സാമ്പത്തിക മേഖലയായിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം ഒരുപാട് കമ്പനികളുടെ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് അവിടെ ഉണ്ട്. അവിടെയുള്ളവരുടെ അധികം വരുമാന മാർഗ്ഗം അവിടുത്തെ ജോലിയും അത് തന്നെയാണ്. ഇത് ഞങ്ങൾ ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്ത ഹോട്ടൽ റൂമാണ്. അവിടെ നഗോയ ഹിൽ പറഞ്ഞിട്ടൊരു ഹോട്ടലാണ്. 4,900 രൂപയാണ് ഈ റൂമിൻ്റെ വാടക ഒരു ദിവസത്തെ. ഇതേ റൂം സിംഗപ്പൂരിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 12,000 രൂപ ടു 14,000 രൂപയെങ്കിലും കൊടുക്കണം. ഇൻക്ലൂഡിങ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ചേർത്തിട്ടാണ് ഈ വാടക. അതുപോലെ തന്നെ ഇപ്പോൾ ഹോട്ടൽ ബുക്കിങ്ങൊക്കെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്നതാണ് ചാർജ് കമ്മി. അവിടെ നേരിട്ട് പോയിട്ട് ഇതേ ഹോട്ടലിൻ്റെ വാടക ചോദിക്കുമ്പോൾ ഏകദേശം 8,000 രൂപയാണ് അവർ പറയണത്. ഇത് ഞങ്ങൾ ഉച്ചയ്ക്ക് നമ്മുടെ ഡ്രൈവർ വിളിച്ചിട്ട് പോയ ഒരു റെസ്റ്റോറൻ്റാണ്. മലയാളി തന്നെയാണ് അതിൻ്റെ ഓണർ. ചിക്കൻ ബിരിയാണി അതുപോലെ ചില്ലി ഫിഷ് വാങ്ങിച്ചു. ഈ ചില്ലി ഫിഷ് പറഞ്ഞു കഴിഞ്ഞാൽ അപാര സാധനം. ബാത്തം പറഞ്ഞാൽ തന്നെ സീ ഫുഡിൻ്റെ കേന്ദ്രമാണ്. வேறு லெவலு. என்ன முரளி எவ்வளோக்கு பில் பண்ணோம்? 1,21,000. 1,21,000. 1,21,000 இவ்வளோ விலை சாப்பிட்ருக்கோம். கையில் பார்த்தீங்கன்னா 1000
ഈ ബാത്തം പറയുന്നത് ഒരു മുസ്ലിം പോപ്പുലേഷൻ ജാസ്തിയുള്ള ഒരു രാജ്യം കൂടിയാണ്. പക്ഷേ അവിടെ ഹിന്ദുക്കളെ കണ്ട അലർജിയുള്ള ആൾക്കാരായിട്ടാരും കണ്ടില്ല. നമ്മുടെ ഈ ഡ്രൈവറുടെ പേര് ഹാദി, പുള്ളി ടെലിഗ്രാം തന്നെ പരിചയപ്പെട്ടത്. ഞാൻ ഈ പറഞ്ഞ പോലെ അവിടുത്തെ സ്ഥലങ്ങൾ എല്ലാം കാണാം. ഒരു ദിവസം ഈ നമ്മുടെ ക്രിസ്റ്റിയിൽ എല്ലാ സ്ഥലങ്ങളും കണ്ട് വരാനായിട്ട് $60 പുള്ളി നമ്മുടെ അടുത്ത് ചോദിച്ചത്. ഇത് ബെർലാങ് ബ്രിഡ്ജ് 1997 നിർമ്മിച്ചൊരു ബ്രിഡ്ജാണ്. ഇവിടുന്ന് അപ്പുറത്ത് ഒരു 3 ഐലൻഡ് ഉണ്ട്, അവിടേക്ക് പോകാനുള്ള ഏക ആക്സസ് ആണ്. ഇതിൻ്റെ സ്പാൻ വന്നിട്ട് 350 മീറ്ററാണ്. ഈ 2 പില്ലറുകളുടെ ഇടയിലുള്ള സ്പാന്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ ഒരു എന്താ പറയുക, ഒരു അതിശയിപ്പിക്കുന്ന ഒരു സംഭവമാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ. ഇത് നമ്മുടെ ഇവിടെ എത്രയും കാല് കൊടുത്തിട്ടും ഓരോ പാലങ്ങൾ വീഴുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ ആലോചിക്കണം. ഇത്രയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യമാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ആ പിന്നോക്കം ഈ പൈസയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ കാണുമ്പോൾ ടൗണിനോ യാതൊരു പ്രശ്നങ്ങളുമില്ല. ജനങ്ങളും മാന്യമായിട്ടുള്ള ആൾക്കാർ. ഫുഡ് എക്സ്പെൻസും വലുതായിട്ട് വരുന്നില്ല, ഹോട്ടൽസും വലിയ എക്സ്പെൻസ് ഇല്ല. അവിടെ നൈറ്റ് ലൈഫ് തന്നെയാണ് വലിയ കാര്യങ്ങൾ. അവിടെ KTV കരോക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പോവുകയാണെങ്കിൽ എൻട്രിക്ക് തന്നെ ഒരു ചെറിയ പൈസ വാങ്ങിക്കുന്നുണ്ട്. അതിൽ ഡ്രിങ്ക്സൊക്കെയാണ് പറയുന്നത്. കുടിക്കാനവർക്ക് പോകുന്നവർക്ക് വലിയൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. അത് നൈറ്റ് ഫുള്ളായിട്ട് അവിടെ ധാരാളം ഉണ്ട്. അതേപോലെ മസാജ് പാർലേഴ്സ് ഉണ്ട്, എക്സ്ട്രാ സർവീസസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്ത് പോണവർക്ക് ബാത്തം ഒരു സൂപ്പർ സ്ഥലമാണ്. അതേപോലെ ധാരാളം വണ്ടികളെ കാണാം. അവിടുത്തെ പ്രത്യേകത നമ്മുടെ ഡ്രൈവർ പറഞ്ഞത്, അവിടെ ഇറക്കുമതി ചെയ്യുന്ന വണ്ടികൾക്ക് ടാക്സ് ഇല്ല. നമ്മുടെ ഇമ്പോർട്ട് ഡ്യൂട്ടി പോലെയുള്ള ഇവിടെ 300% ഒക്കെ വാങ്ങിച്ചിട്ടുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി അവിടെ ഇല്ല. അത് കാരണം കൊണ്ട് തന്നെ ധാരാളം വെറൈറ്റി കാറുകൾക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും. അവർ ഒരു 5 ലക്ഷം രൂപയ്ക്ക് അവരുടെ ഒരു 5 ലക്ഷം രൂപ നമ്മുടെ വാങ്ങിക്കാൻ പറ്റുന്ന കാറ് നമ്മൾ ഇവിടെ പിന്നെ എന്താ പറയുക, ഇന്ത്യയിൽ വാങ്ങിക്കണമെങ്കിൽ 20 ലക്ഷം രൂപയാവും. അപ്പോൾ അവിടെ 5 കിട്ടുന്നത് നമ്മൾ 20 കൊടുക്കണം. അപ്പോൾ ആരാണ് സാമ്പത്തികമായിട്ട് മുന്നിൽ പിന്നിൽ എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കണം. അതേപോലെ ഇത് ബനാന ലീഫ് പറഞ്ഞിട്ടൊരു ഫ്രാഞ്ചൈസി ഹോട്ടലാണ്. വൈകിട്ട് കഴിക്കാൻ ഞങ്ങൾ ഇവിടെ പോയത്. അതും നോട്ട് ബാഡ് ആയിട്ടുള്ളൊരു ഫുഡായിരുന്നു. വലിയ ചാർജില്ല. ഇപ്പോൾ ഈ പ്രൈസ് നോക്കുമ്പോൾ ബിരിയാണി 50,000 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. 50,000 എന്ന് പറയുമ്പോൾ നമ്മുടെ 260 രൂപ ആ റേഞ്ചിലാണ്. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഒരു വലിയ മാളാണ് നഗോയ ഹിൽ മാൾ. നഗോയ ഹിൽ എൻ്റർടൈൻമെൻറ്റ് സെൻറ്റർ അങ്ങനെയൊക്കെ പറയാം. വലിയ മാളാണ്. അതുപോലെ ഇവിടെ ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് അത്യാവശ്യം പ്രൈസ് വൈസ് കമ്മിയാണ്. ഇവിടെ ഒരു 3-4 മാളുണ്ട് ഈ ബാത്തത്തിൽ. എല്ലാം വലിയ വലിയ മാള്. അതിലുള്ളിലെ ഏറ്റവും വലിയ മാളാണ് ഈ നഗോയ ഹിൽ പറയുന്ന. അതുപോലെ അവിടെ വണ്ടി വെച്ചിരിക്കുന്ന ആൾക്ക് ഒരു QR കോഡ് കൊടുക്കുന്നുണ്ട്. ആ QR കോഡ് കാണിച്ചാലേ പമ്പിൽ നിന്ന് പെട്രോളോ ഡീസലോ കിട്ടുള്ളൂ. അത് ഓരോ QR കോഡിനനുസരിച്ച് വിലകൾ മാറ്റം വരുന്നുണ്ട്. അത് വലിയ വലിയ കമ്പനികൾക്ക് നിറയെ യൂസ് ചെയ്യണവർക്ക് വലിയ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ടാണെന്ന് തോന്നുന്നു ഓരോരുത്തർക്കും ഓരോ ഡിസ്കൗണ്ട് കൊടുക്കാനായിട്ട് ഓരോ QR കോഡ് വെച്ചിട്ടുണ്ട്. ഇത് ഈ മാളിൽ ഞാനൊരു സിനിമയ്ക്ക് പോയതാണ്. അവിടുത്തെ 30,000 IDR ആണ് നമ്മുടെ ടിക്കറ്റ് ചാർജ്. അത് നമ്മുടെ നാട്ടിലെ ചാർജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 160 രൂപ വരുന്നുണ്ട്. അവിടെയും സിനിമയ്ക്ക് വലിയ ആളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളവിടെ തന്നെ ഒരു 10 ആളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു ഷോ ഓട്ടി രാത്രി 8:30 തുടങ്ങി 12:00 വിട്ടു. ഇത് രാവിലെ അതേ ഹോട്ടലിലത്തെ ബൊഫറ്റ് ഡിന്നറിൻ്റെ മെനുവാണ്. ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു. അതിലെല്ലാം നമ്മളെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല. നമുക്ക് പറ്റിയ ഭക്ഷണങ്ങളല്ല, പക്ഷേ നമുക്ക് പറ്റിയ ഭക്ഷണങ്ങളുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണങ്ങളുണ്ട്. ഈ ഭക്ഷണവും ആ ഹോട്ടൽ റൂമിനും 4,900 എന്നും പറയുന്നത് വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു ചാർജാണ്. നമുക്ക് നമ്മുടെ ടൗണിൽ തന്നെ ഇപ്പോഴൊരു തമിഴ്നാട്ടിലോ കേരളത്തിലോ കിട്ടുമെന്നുള്ള സംശയമാണ്. അത്രയും നല്ലൊരു ഫുഡുമായിരുന്നു, നല്ല റൂമുമായിരുന്നു. വേറെ ഒന്നും നമുക്കത് കഴിക്കാൻ പറ്റിയില്ല. കഴിക്കാൻ പറ്റിയത് പിന്നെ ഫ്രൈഡ് റൈസും ബീഫ് ഒരു ഫ്രൈ പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. അതാണ് നമ്മളത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിക്കേണ്ടി വന്നത്. സ്വീറ്റ്സും അതുപോലെ ഒരുപാട് ഐറ്റം ഉണ്ട്. ബ്രെഡിൽ കുറേ ഐറ്റങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഐറ്റം വൈസ് നോക്കുകയാണെങ്കിൽ കഴിക്കാൻ പറ്റുന്നതിലും കൂടുതൽ ഐറ്റം ഉണ്ടായിരുന്നു. പക്ഷേ കഴിക്കുന്നവർ കഴിക്കേണ്ടത് നമുക്ക് ഇത്രയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. നല്ല ഫുഡായിരുന്നു, നല്ല അറ്റ്മോസ്ഫിയർ, എല്ലാം കൊണ്ടും ഓക്കെയാണ്. അപ്പോൾ അത് പറഞ്ഞ പോലെ ഡീസലിന് നമുക്കിവിടെ നോക്കുമ്പോൾ 65 രൂപയാണ് നമ്മുടെ ഇവിടുത്തെ റേറ്റിൻ്റെ ഡീസലിൻ്റെ പ്രൈസ് വരുന്നത് അവിടെ. അതേസമയം പെട്രോള് ഒരു 75 രൂപ റേഞ്ചിലാണ് അവിടെ പെട്രോളിന് വില വരുന്നത്. അപ്പോൾ അതും കൂടി നമ്മൾ ഈ സാമ്പത്തിക സ്ഥിതി നോക്കുമ്പോൾ നമ്മൾ അതും കൂടി ഒന്നും പരിഗണിക്കണം. ഇവിടെയും ഹോട്ടലിൽ ഈ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് 2 മണിക്ക് ചെക്കിനും കാലത്ത് 11 മണിക്ക് ചെക്ക് ഔട്ടാണ്. അത് മാത്രമേ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളിൽ ഒരു പ്രശ്നമായിട്ട് തോന്നിയുള്ളൂ. കാരണം
നമ്മളവിടെ എത്തുമ്പോൾ എങ്ങനെയാണെങ്കിലും കാലത്ത് എത്തും. പക്ഷേ റൂം തരില്ല. 2 മണി വരേക്കും വെയിറ്റ് ചെയ്യണം. 2 മണി വരേക്കും വെയിറ്റ് ചെയ്ത് ഫ്രഷായിട്ട് പിന്നെ പോക്ക് അന്നത്തെ ദിവസം വേസ്റ്റ് ആവും. അപ്പോൾ റൂമിൽ വേണം പറയുമ്പോൾ പകുതി പൈസ പിന്നെ എക്സ്ട്രാ പേ ചെയ്യാൻ പറയും. അത് മാത്രമാണ് എനിക്ക് ഈ എബ്രോഡ് ടൂറിൽ നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നുന്നത്. അതെന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചിട്ട് നമ്മൾ എപ്പോൾ ചെക്കിനോ അതിനനുസരിച്ചുള്ള ചെക്കൗട്ട് 24 hours വെച്ച് തന്നു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. ധാരാ നടപടി എടുക്കേണ്ടതെന്ന് അറിയില്ല, എങ്കിലും ഈ ഹോട്ടൽ ഉടമകളെ കൂടി ഒന്ന് മനസ്സിലാക്കി ചെയ്തു തന്നാൽ വലിയ ഉപകാരവും. ഇതാണ് ഞാൻ പറഞ്ഞ ഹോട്ടൽ, ഞങ്ങൾ താമസിച്ച ഹോട്ടൽ, അതിന് തൊട്ട് ബാക്കിൽ അതിൻ്റെ മാള്. ഇതിന് ചുറ്റോടും ധാരാളം ഫുഡ് കോർട്ട്, പിന്നെ കരോക്കെ, മസാജ് സെൻറ്ററുകൾ, അങ്ങനെ എല്ലാം ധാരാളം അവിടെയുണ്ട്. രാത്രി തന്നെയാണ് അവിടെ പകൽ, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സ്ഥലങ്ങളായിട്ട് എനിക്ക് തോന്നി. അതുപോലെ നമ്മുടെ ഡ്രൈവർ എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ, വളരെ നീറ്റ്. നമ്മൾ പറഞ്ഞതിനേക്കാളും കൂടുതൽ യാത്ര ചെയ്തിട്ടുണ്ടാകും, പക്ഷേ എൻ്റെ അടുത്ത് ₹1 ജാസ്തി വേണമെന്ന് പറഞ്ഞിട്ട് പുള്ളി ചോദിച്ചില്ല. അതേപോലെ കാലത്ത് പോകുമ്പോൾ അമ്പലം എവിടെയുണ്ട് ചോദിച്ചപ്പോൾ പുള്ളി മുസ്ലിം ആണെങ്കിലും അവിടെ ബുദ്ധൻ്റെ അമ്പലമുണ്ട് പറഞ്ഞ് നമ്മൾ കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ നിർബന്ധിച്ച് അവിടെ കൊണ്ടുപോയി ബുദ്ധൻ്റെ അമ്പലത്തിലൊക്കെ കാണിച്ചിട്ടാണ് നമ്മളെ ഫെറി സ്റ്റേഷനിലേക്ക് പോയത്. അതിലൊരു ബുക്ക് ചെയ്തതിൽ ഒരു ചെറിയ അബദ്ധം പറ്റിയത്, ബാത്തം സെൻറ്ററിലേക്കാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഹാർബർ ബേ വന്നിട്ട് ബാത്തത്തിൽ ഒരു ഫെറി സ്റ്റേഷൻ ഉണ്ട്, അവിടേക്കാണ് ബുക്ക് ചെയ്യേണ്ടത്. അപ്പം ടൗണിൻ്റെ നടുക്ക് തന്നെയായിരിക്കും, അപ്പോൾ കുറച്ച് യാത്ര കുറയ്ക്കാൻ പറ്റും. ഈ ബാത്തം സെൻറ്റർ എന്ന് പറയുന്നത് ടൗണിൽ നിന്ന് കുറച്ച് പുറത്താണ്, അത് നമ്മൾ അറിഞ്ഞില്ല. പിന്നെ നമ്മൾ ആരെങ്കിലും പോവുകയാണെങ്കിൽ ഫെറി സ്റ്റേഷൻ ഹാർബർ ബേയിലേക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാർബർ ഫ്രണ്ട് ടു ഹാർബർ ബേ, അപ്പോൾ കുറച്ചുകൂടി നമ്മൾ ടൗണിൽ നടക്കുന്നുണ്ടാവും. അപ്പോൾ യാത്ര സമയവും കാര്യങ്ങളും നമുക്ക് മെച്ചം കിട്ടും. ഇതായിരുന്നു അവിടുത്തെ ബുദ്ധൻ്റെ ടെമ്പിള്. ഇത് ഉള്ളിൽ കയറാൻ പറ്റും തോന്നിയില്ല. നമ്മൾ രാവിലെ ബൊഫെ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് ബീഫും ചോറും പിന്നെ ഫ്രൈഡ് റൈസ് കാര്യങ്ങളൊക്കെ കഴിച്ചു. നോൺ വെജ് കഴിച്ച് ഉള്ളിൽ കയറുന്നത് മോശമാണ്, ഇതിന് വെളിയിൽ നിന്ന് തൊഴുതിട്ട് പോവാം. നേരത്തെ അറിഞ്ഞില്ല, ഡ്രൈവർ ഇപ്പോൾ പറഞ്ഞു, പുള്ളി നേരത്തെ പറഞ്ഞാണെങ്കിൽ നോൺ വെജ് കഴിക്കേണ്ടി വന്നിരിക്കുകയാണ്. യെസ്, ബൈ 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 ബൈ. അങ്ങനെ പുള്ളി നമ്മളെ അടുത്തവിടെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ 2:30 മണിക്കായിരുന്നു ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം എന്നാണ് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതുവരെയും വലിയ കാര്യങ്ങളില്ലാത്ത കാരണം കൊണ്ട് നമ്മൾ നേരത്തെ സിംഗപ്പൂർ പോകാമെന്ന് വെച്ചു. സിംഗപ്പൂരിൽ വേറൊരു ഫ്ലൈയറിലേക്ക് ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എത്താൻ ടൈം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 3:30 എന്നുള്ള ടിക്കറ്റിനെ 12:30 മാറ്റിയിട്ട് ഞങ്ങൾ അതിനുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ഇത് അവിടെ തന്നെ വെയിറ്റിംഗ് ഏരിയ ആണ്. അവിടെ ചെറിയ മോൾ സെറ്റപ്പാണ്, അത്യാവശ്യം ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് തന്നെ ബാത്തം സെൻട്രൽ ഫെറി സ്റ്റേഷൻ അതാണുള്ളത്. ഇവിടുന്ന് മലേഷ്യക്ക് ഫെറി ഉണ്ട്. അപ്പോൾ മലേഷ്യക്കും ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ അടുത്തേ യാത്രയുള്ളൂ. ഏകദേശം $40 തന്നെയാണ് നമുക്കതിന് എക്സ്പെൻസ് വരുന്നത്. അപ്പം സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യക്ക് ഫെറി ഇല്ല, പക്ഷേ ബാത്തത്തുനിന്ന് മലേഷ്യക്ക് ഫെറി ഉണ്ട്. അപ്പോൾ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ബാത്തം വന്നിട്ട് മലേഷ്യ വേണമെങ്കിലും പോയിട്ട് വരാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനേക്കാളും നല്ല ചായ രാവിലെ ഉണ്ടാക്കി. ഇത് നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ബാത്തം മറ്റേ ഫെറി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു ചെറിയ എന്താ പറയുക ഡ്യൂട്ടി ഫ്രീ ഷോപ്സൊക്കെ ഉണ്ട്. വലിയ കാര്യമൊന്നുമില്ല, വിലകളൊക്കെ അത്യാവശ്യം നമ്മൾ നോക്കുമ്പോൾ ജാസ്തിയാണ്. ഒരു കീ ചെയിന് തന്നെ $160 ആ റേഞ്ചിലൊക്കെയാണ് ഒരു കീ ചെയിൻ വരുന്നത്. നമ്മുടെ അവിടെ ഇവിടെ $30, $20 കിട്ടുന്ന സാധനങ്ങളുണ്ട്. ചിലത് ഇവിടെ വില ജാസ്തിയായിരിക്കും, ചിലത് വില ഇവിടെ കമ്മിയായിരിക്കും. അതങ്ങനെ പോണു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ 7 ദിവസത്തേക്ക് പറഞ്ഞ ഒരു വിസ തന്നത് $25 വാങ്ങിച്ചത്. പക്ഷേ 7 ദിവസം സിംഗിൾ എൻട്രിയാണ്. നമുക്കത് ഈ പറഞ്ഞ മാതിരി ഒന്ന് വന്നിട്ട് മലേഷ്യ പോയിട്ട് വരണമെന്നുണ്ടെങ്കിൽ വീണ്ടും ബാത്തത്തിൽ നമ്മൾ വന്നിട്ട് വീണ്ടും വിസ എടുക്കേണ്ടി വരും. അപ്പോൾ അതും ഒരു ചെറിയ സട്ടസിക്കലുണ്ട്. ചില പൈസകളുടെ കണക്ക് നോക്കുമ്പോൾ ഓരോ എക്സ്പീരിയൻസാണ്. നമ്മൾ പൈസയുടെ കണക്ക് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ഓരോ എക്സ്പീരിയൻസാണ്. ഈ രീതിക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ചെയ്യാവുന്നതാണ്.
2 മണിക്കൂർ ബാത്തം ടു മലേഷ്യ ഫെറിയിൽ പോകാൻ പറ്റും. $40 അവർ ചാർജ് പറഞ്ഞത്. ഇത് ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ഉള്ള ഫെറിയാണ്. അത് കുറച്ചുകൂടി പുതിയ ഫെറിയാണ്. അത് സീറ്റുകൾ വ്യത്യാസമുണ്ട്. അതേമാതിരി മുകളിൽ ഇതതിൻ്റെ ബാത്റൂമാണ്. എക്സലൻ്റ് ആയിട്ടുള്ളൊരു ബാത്റൂം നീറ്റായി വെച്ചിട്ടുണ്ട്. അതേമാതിരി മുകളിൽ VIP സീറ്റ്സ് വേറെയുണ്ട്. അത് കുറച്ച് ചാർജ് ജാസ്തിയാണ്. അപ്പം നമ്മൾ സിംഗപ്പൂർ എത്തിയിട്ട് ഇറങ്ങാൻ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ യൂട്യൂബർ ഫ്രം ഇന്ത്യ, എനിക്ക് മുകളിലത്തെ സീറ്റ് കാണണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എനിക്ക് മുകളിൽ വിളിച്ചിട്ട് കാണിച്ചു തന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യും, അപ്പോൾ ബോട്ട് ഓടിക്കണതൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞു.